നമ്മളെ വിടുവിക്കാൻ സാധിക്കുന്നത് പോലെ ഇന്ന് ഭൂമിയിൽ വേറെ ഒന്നിനും നമ്മളെ വിടുവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ജീവശ്വാസനീയമായ വചനം നമ്മളെ പണിയുന്നു, നമ്മളെ മെനഞ്ഞെടുക്കുന്നു. ജീവനുള്ള വചനം നമ്മളുടെ തോൽവികളെ മാറ്റുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം നമ്മളോട് പറയുന്ന വചനം ജീവശ്വാസനീയമായ വചനമാണ്. ഈ വചനം നമ്മളെ പണിതെടുക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. ജീവശ്വാസനീയമായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ജീവൻ്റെ വചനം ഹല്ലേലൂയ മാറ്റമില്ലാത്തതാ. ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ കൈവിടാത്ത ദൈവവചനം നമ്മളുടെ ഏത് ആവശ്യത്തിനകത്തും നമുക്ക് വേണ്ടി ഇടപെടുന്ന നല്ല വചനം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ വചനത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. യേശുവായ വചനത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 1:1 ഇങ്ങനെ പറയുന്നു. ഇൻ ദ ബിഗിനിങ് ദ വേർഡ് ഓൾറെഡി എക്സിസ്റ്റഡ്, ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഹല്ലേലൂയ എന്ന് വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് അതിൻ്റെ 4 പറയുന്നു, the word gave life to everything that was created and his life brought light to everyone. എന്ന് വായിച്ചേ. ക്രിസ്തുവിൽ. അപ്പം കണ്ടോ, വചനം എന്നുള്ളത് ക്രിസ്തു എന്ന് മലയാളം ട്രാൻസ്ലേഷനിൽ പറയുന്നത് കണ്ടോ. അങ്ങനെ നമ്മളൊന്ന് വായിച്ചേ. the word gave life, വചനം ജീവൻ തന്നു എന്ന് പറയുന്നതിന് പകരം ക്രിസ്തു ജീവൻ പകർന്നു. ഹല്ലേലൂയ. ക്രിസ്തു എന്ത് ജീവൻ? 4 വായിച്ചേ. ക്രിസ്തു ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു. ഈ ജീവനായ വചനം, ജീവനായ ക്രിസ്തു ഹല്ലേലൂയ നമ്മൾക്ക് ഓരോരുത്തർക്കും വെളിച്ചമായി തീർന്നു. അപ്പം ഈ വെളിച്ചമായ വചനം, വെളിച്ചമായ ക്രിസ്തു ഹല്ലേലൂയ എന്ത് ചെയ്തു? 5 the light shines in the darkness and the darkness can never extinguish it. എന്ന് വായിച്ചേ. വെളിച്ചം എന്ന് പറഞ്ഞ വെളിച്ചം ഹല്ലേലൂയ എന്ന് പറഞ്ഞ വചനമായ വെളിച്ചം, ക്രിസ്തുവായ വെളിച്ചം. ഹല്ലേലൂയ. അപ്പം നമ്മൾ വചനം കേൾക്കുമ്പം ഈ വചനമായ വെളിച്ചം എന്ത് ചെയ്തു? ഇരുട്ടിനകത്ത് പ്രകാശിച്ചു. സ്തോത്രം. എന്നിട്ട് ഇരുടോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇരുട്ടിന് ദൈവവചനത്തിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇരുട്ടിന് ദൈവവചനത്തിനെ പിടിച്ചടക്കാൻ പറ്റത്തില്ല എങ്കിൽ ഹല്ലേലൂയ നിങ്ങളിലും എന്നിലും കേറി വ്യാപരിച്ചിരിക്കുന്ന ദൈവവചനത്തിനെ ഒരു ശക്തിക്കും കെടുത്താൻ പറ്റത്തില്ല. ഇന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് വീണിരിക്കുന്ന ദൈവവചനം അത് ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. സ്തോത്രം. എൻ്റെ അകത്ത് വീണിരിക്കുന്ന ദൈവവചനം അത് മുളയ്ക്കും. ഹല്ലേലൂയ. എൻ്റെ അകത്ത് വീണിരിക്കുന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിനെ മാറ്റും. ഹല്ലേലൂയ. എന്ന് വിളിച്ചു പറഞ്ഞ് ഇന്ന് പ്രഖ്യാപിച്ച് എൻ്റെ അകത്ത് വീണിരിക്കുന്ന ദൈവവചനം സകല ഇരുട്ടിനെ മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയും ഇരുട്ടിന് സ്ഥാനമില്ല, ഇരുട്ടിന് വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇരുട്ടിനോ ദൈവവചനത്തിനെ ഒതുക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇനി എന്നെയും പിടിച്ച് ഒതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ഇനി ഇരുട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇനി ഇരുട്ടിന് സ്ഥാനമില്ല. ഹല്ലേലൂയ. ഇനി ആരും പറയല്ല അത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയാ, അല്ലെങ്കിൽ കൂടോത്രമാ, മന്ത്രവാദമാ, ഒന്നും ആരും വിളിച്ചു പറയല്ല. സ്തോത്രം. അതൊക്കെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാ. അല്ലേ? ഇനി നമുക്ക് സമയമില്ല എന്ന് കർത്താവ് പറഞ്ഞല്ലേ. നമ്മൾ ഇരുട്ടിൻ്റെ മക്കളല്ല, നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾ പ്രകാശമുള്ളവരെ പോലെ നമ്മൾ ജീവിക്കാൻ വചനം നമ്മളെ നിർബന്ധിക്കുന്നു. എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17 തൊട്ട് വായിക്കുമ്പോൾ തിരുവചനം നമ്മളോട് പറയുന്നു, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കാൻ വേണ്ടി അല്ലേ. അപ്പം വെളിച്ചത്തിൻ്റെ മക്കളെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ഇരുട്ടിൻ്റെ മക്കളും. അപ്പം 2 തരം മക്കളുണ്ട് ഭൂമിയിൽ. ഇരുട്ടിൻ്റെ മക്കളുമുണ്ട്, വെളിച്ചത്തിൻ്റെ മക്കളുമുണ്ട്. ഇരുട്ടിൻ്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് എന്താണ്? എപ്പോഴും ഇരുട്ട. എഫെസ്യരുടെ ലേഖനം 4:17 തൊട്ട് ശ്രദ്ധിക്കണം. അവരുടെ ഹൃദയത്തിനകത്ത് മൊത്തം ഇരുട്ട. ഇരുട്ടിൻ്റെ പ്രവൃത്തിയോ നമുക്ക് ഭയമുണ്ടാകും. ഇരുട്ടത്ത് ആർക്കെങ്കിലും ഇറങ്ങാൻ ഇഷ്ടമുണ്ടോ? ആർക്കും ഇറങ്ങാൻ ഇഷ്ടമില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമില്ല. നമ്മൾക്കൊരു ഇരുട്ട് പിടിച്ച വീട്ടിനകത്ത് കയറാൻ ഇഷ്ടമില്ല. നമ്മൾ രാത്രിയിൽ യാത്ര ചെയ്യുവാണെങ്കിലും ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് വസിക്കാൻ ഇഷ്ടമില്ല. എന്ത് ചെയ്യും? ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മൾ ലൈറ്റ് ഓണാക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പണ്ടത്തെ
കാലത്ത് റാന്തൽ പിടിച്ചുകൊണ്ട് നടക്കും. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട് അല്ലേ? ഹല്ലേലൂയ. അപ്പം സ്തോത്രം. അന്നേരം തിരുവചനം പറയുന്നു, ഇരുട്ടുള്ളവരുടെ ഹൃദയം അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ. ഇരുട്ടുള്ളവർക്ക് ഭയമുണ്ട്, ഇരുട്ടുള്ളവർക്ക് നിരാശയുണ്ട്, ഇരുട്ടുള്ളവർക്ക് ഉയർച്ചയില്ല, ഇരുട്ടുള്ളവർക്ക് നന്മയില്ല. സ്തോത്രം. പക്ഷേ വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമോ, ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിനകത്ത് പ്രകാശമുണ്ട്. ഇന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം ഉയർച്ച തന്നെ പ്രാപിക്കും, എൻ്റെ ജീവിതത്തിനകത്ത് പ്രകാശം ഉണ്ടാകും. എന്താ? ക്രിസ്തുവായ പ്രകാശം എൻ്റെ ജീവിതത്തിനകത്ത് വന്ന് എല്ലാ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെയും ശൂന്യമാക്കി കളഞ്ഞു, സകല ഇരുട്ടിൻ്റെ അവസ്ഥകളെയും എടുത്ത് മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. സകല ഇരുട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി അല്ലേ? യോഹന്നാൻ സുവിശേഷം 1:5 പറഞ്ഞു, ആ വെളിച്ചമോ ആ ഇരുട്ടിനകത്ത് അത് പ്രകാശിക്കുന്നു. പ്രകാശിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇരുട്ടിനോ അതിൻ്റെ മേൽ ജയമെടുക്കാൻ സാധിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. എന്നിട്ട് യോഹന്നാൻ 3:15 വരാം. 16 വരാം. യോഹന്നാൻ 3:16. സ്തോത്രം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അല്ലേ? ഈ പ്രകാശം വന്നിട്ട് എന്ത് ചെയ്തു? നമ്മളെ ഓരോരുത്തരെയും പ്രകാശിതരാക്കി, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ഹല്ലേലൂയ. എന്തിനാ? ഇനി നമ്മൾ ആരും ഇരുട്ടിലും നാശത്തിനകത്തേക്കും പോകാതിരിക്കാൻ. ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം ഇരുട്ട് പിടിച്ച ലോകത്തിനകത്തേക്ക് വന്നിട്ട്, ഇരുട്ടിൽ കിടന്ന നമ്മളെ ഓരോരുത്തരെയും വന്നിട്ട് നമ്മളെ കൈ പിടിച്ച് പ്രകാശത്തിനകത്തേക്ക് കയറ്റി. ഹല്ലേലൂയ. ഇതൊരു വലിയ കാര്യമല്ലേ? നമ്മളെ പ്രകാശത്തിനകത്തേക്ക് കയറ്റി. ഇനി നമ്മൾ നാശകൂമ്പാരത്തിൽ കിടക്കത്തില്ല. ഹല്ലേലൂയ. ഇനി നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പെട്ടുപോകത്തില്ല. ഇരുട്ടിൻ്റെ ഒരുപാട് പ്രവൃത്തികളുണ്ട് അല്ലേ? നമ്മൾ പലവരെയും നമ്മുടെ ചുറ്റിനും നോക്കുമ്പോൾ അവർക്കൊക്കെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളുണ്ട്. സ്തോത്രം. അവരുടെ പല വേണ്ടാത്ത ദുർസ്വഭാവങ്ങൾ കാണും, പല ഇരുട്ടിൻ്റെ ശൂന്യമായ അവസ്ഥകൾ അവരിൽ കാണും. പക്ഷേ ഹല്ലേലൂയ, ദൈവമോ നമ്മളെ ഇത്രയധികം സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? തൻ്റെ ഏകജാതനായ പുത്രനെ പറഞ്ഞു വിട്ടു. നമ്മൾ ഇരുട്ടിലും നാശത്തിലും കിടന്ന് നശിച്ചു പോകാതെ നമ്മൾ ഹല്ലേലൂയ പ്രകാശത്തിനകത്തേക്ക് കയറുവാൻ വേണ്ടി. സ്തോത്രം. എഫെസ്യരുടെ 4 മടങ്ങി വരാം. എഫെസ്യരുടെ 4 പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. 4:20 പറയുന്നു, നിങ്ങൾ ഇങ്ങനെയല്ല ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടത്. നമ്മൾ എന്ത് പിന്നെ കേട്ടു? 21 വായിച്ചേ. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. പഴയ മനുഷ്യൻ ഇരുട്ടിന്റെ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാനാ ദൈവവചനം പറയുന്നത്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൽ പുതുക്കം പ്രാപിച്ചു. ആമേൻ. ആത്മാവിൽ പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അകത്ത് കിടന്ന അകത്തെ മനുഷ്യൻ ഇരുട്ട് പിടിച്ചതായിരുന്നു. അകത്തെ മനുഷ്യൻ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അകത്തെ മനുഷ്യൻ്റെ അകത്ത് ജഡത്തിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ജഡത്തിൻ്റെ ഇച്ഛകളെല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ അകത്ത് കിടപ്പുണ്ടായിരുന്നു. വേണ്ടാത്തതുണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ എല്ലാ മേഖലയും ഉണ്ടായിരുന്നു. കള്ളത്തരവും കുറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഒരുവൻ വന്നിട്ട് നമ്മൾ ഇരുട്ടായി കിടന്നിടത്തു നിന്ന് കരം നീട്ടി നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെക്കുറിച്ച് തിരുവചനം പറഞ്ഞു. ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞു, ദേ മക്കള്, ഹല്ലേലൂയ, ഇവർ ലോകത്തിൻ്റെ പ്രകാശം. ഹല്ലേലൂയ അല്ലേ? കർത്താവ് നമ്മളെയൊക്കെ നോക്കിയിട്ട്, ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെ പ്രകാശം അല്ലേ? നിങ്ങൾ വെളിച്ചമാ, നിങ്ങൾ ലോകത്തിലെ വെളിച്ചമാ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും നിങ്ങൾ ലോകത്തിലെ പ്രകാശവുമാ. നിങ്ങളുടെ അകത്തെ പ്രകാശം കെട്ടുപോകല്ലേ. സ്തോത്രം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ ലോകത്ത് ഇരുട്ടിൻ്റെ ഒരുപാട് പ്രവൃത്തികളുണ്ട്. സ്തോത്രം. പക്ഷേ ഈ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മളെ തൊടാതെ വണ്ണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്രകാശത്തിനകത്ത് ജീവിക്കുന്ന. ഹല്ലേലൂയ, സ്തോത്രം. പ്രകാശം എൻ്റെ ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം
പ്രകാശം എൻ്റെ അകത്ത് ഉണ്ട്, ഞാൻ അതുകൊണ്ട് പ്രകാശിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രകാശം എൻ്റെ അകത്ത് വന്നതുകൊണ്ട് ഞാൻ പ്രകാശിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതം എപ്പോഴും പ്രകാശമുള്ളതാ അല്ലേ? പ്രകാശമുള്ളിടത്തോട്ടല്ലേ എല്ലാവർക്കും ചെന്നിരിക്കാൻ ഇഷ്ടം? നമുക്ക് ആർക്കെങ്കിലും ഇരുട്ടുള്ളിടത്ത് ചെന്നിരിക്കാൻ ഇഷ്ടമുണ്ടോ? ഇരുട്ട് പിടിച്ച മനുഷ്യരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. പക്ഷേ വെളിച്ചം എന്ത് ചെയ്യും? വെളിച്ചം ഇരുട്ടിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഇരുട്ട് മാറി പ്രകാശമുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നിങ്ങളും ഞാനും ഹല്ലേലൂയ കർത്താവിൻ്റെ പ്രകാശം അകത്തുനിന്ന് പുറത്തേക്ക് കത്തുന്നത് കൊണ്ട് എത്ര ഇരുട്ട് പിടിച്ച മനുഷ്യരുടെ അടുത്ത് നമ്മൾ ചെന്നാലും, ഇരുട്ട് പിടിച്ച മേഖലയിൽ നമ്മൾ ചെന്നാലും, സ്തോത്രം, ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെയും എൻ്റെയും അകത്തുനിന്ന് വ്യാപരിച്ചിട്ട് ഇരുട്ട് പിടിച്ച മനുഷ്യർ പ്രകാശമായി തീരും. ഇന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം പ്രകാശമായി തീരുക. ഹല്ലേലൂയ, എൻ്റെ ജീവിതം പ്രകാശിക്കും. വിളിച്ചു പറഞ്ഞ് ഇന്ന് നിങ്ങളുടെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, കൂടപ്പുറപ്പായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം. ഇന്ന് ആരെങ്കിലും ഇരുട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറഞ്ഞ് ഞാൻ വെളിച്ചമായ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തി പ്രകാശിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, അവരുടെ ജീവിതം പ്രകാശമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഇരുട്ടിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടിയാ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് വിളിച്ചു പറഞ്ഞ് എന്നെ ഈ ലോകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാ. സ്തോത്രം. യോഹന്നാൻ 1 തിരിച്ചു വന്നേ. യോഹന്നാൻ 1:6-9 വരെയുമുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 6 വായിച്ചേ. യോഹന്നാൻ 1:6. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവൻ യോഹന്നാൻ എന്ന് പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം കണ്ടോ? യോഹന്നാൻ, സ്നാപ യോഹന്നാൻ എന്തിനാ വന്നത്? ശിഷ്യനായ യോഹന്നാൻ അല്ല, സ്നാപ യോഹന്നാൻ. യേശു കർത്താവിൻ്റെ കസിൻ ബ്രദർ എലിസബത്തിനും സക്കറിയാവിനും ജനിച്ച വാഗ്ദത്ത സന്തതിയായ സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ ഹി വാസ് എ ഫോർ റണ്ണർ ടു ക്രൈസ്റ്റ് അല്ലേ? യേശു കർത്താവ് വരുന്നതിന് മുമ്പ് എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അവൻ നിങ്ങളെ തീയും കൊണ്ടും പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയും കൊണ്ടും അഭിഷേകം ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി, വിളിച്ചു പറയാൻ വേണ്ടി ദൈവം അയച്ച ഒരു വ്യക്തിയായിരുന്നു സ്നാപയോഹന്നാൻ. പ്രവാചകന്മാരിൽ ഒടുവിലത്തെ ഒരു പ്രവാചകനായിരുന്നു സ്നാപയോഹന്നാൻ. ഹല്ലേലൂയ. അപ്പം ഈ പഴയ നിയമത്തിനകത്തെ പ്രവാചകന്മാരിൽ ഒടുവിൽ വന്ന് ഈ സ്നാപയോഹന്നാനെ കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഈ സ്നാപയോഹന്നാൻ പറയുന്നു. എന്തിനാണ് സ്നാപയോഹന്നാനെ വിട്ടത് ദൈവം? എല്ലാവരോടും ഈ വെളിച്ചത്തിനെ കുറിച്ച് പറയാൻ. ഹല്ലേലൂയ. അന്ന് സ്നാപയോഹന്നാനെ വെളിച്ചത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി ആക്കി വെച്ചെങ്കിൽ ഇന്ന് നിങ്ങളെയും എന്നെയും ആക്കി വെച്ചിരിക്കുന്നത് ക്രിസ്തുവായ പ്രകാശത്തിനെ കുറിച്ച് വിളിച്ചു പറയാൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഓരോരുത്തരും സാക്ഷികൾ. എന്താ ഈ പ്രകാശം എവിടാ വസിക്കുന്നത്? പ്രകാശം എൻ്റെ അകത്ത് വസിക്കുന്നു. ഇന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ക്രിസ്തുവായ പ്രകാശം എൻ്റെ അകത്ത് വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയും, ഈ ക്രിസ്തുവായ പ്രകാശത്തിനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്നാപയോഹന്നാനെ ദൈവം അയച്ചു. നമ്മൾ യോഹന്നാൻ 1:6-7 വാക്യത്തിനകത്ത് സ്നാപയോഹന്നാനെ ദൈവം അയച്ചു. എന്തിനാണ്? ക്രിസ്തുവായ പ്രകാശത്തിനെ കുറിച്ച് എല്ലാവരോടും പറയുവാൻ. എന്നിട്ട് അതിൻ്റെ 8-8 വാക്യം, അവൻ വെളിച്ചമായിരുന്നില്ല. ജോൺ ഹിംസെൽഫ് വാസ് നോട്ട് ദ ലൈറ്റ്. യോഹന്നാൻ വെളിച്ചമല്ലായിരുന്നു, പക്ഷേ അവൻ ആരായിരുന്നു? ഓ ഹല്ലേലൂയ, വെളിച്ചത്തിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ ഉള്ള വ്യക്തിയായിരുന്നു. ഒന്ന് പറഞ്ഞ സാക്ഷിയായിരുന്നു. ഒന്ന് പറഞ്ഞേ. ഹി വാസ് സിംപ്ലി എ വിറ്റ്നസ് ടു ടെൽ അബൌട്ട് ദി ലൈറ്റ്. ഹല്ലേലൂയ. പ്രകാശത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വെളിച്ചത്തിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു സാക്ഷിയായിരുന്നു. ചിന്തിച്ചു നോക്കിക്കേ, സ്നാപയോഹന്നാൻ്റെ അകത്ത് പ്രകാശമില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ പരിശുദ്ധ ആത്മാവായ ദൈവം നിങ്ങളുടെയും എൻ്റെയും അകത്ത് വന്നപ്പോൾ നിങ്ങളും ഞാനും
ലോകത്തിൻ്റെ പ്രകാശമായി. ഹല്ലേലൂയ. സ്നാപ യോഹന്നാനെക്കാട്ടിലും എത്രയധികം സ്ഥാനം നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പം സ്നാപ യോഹന്നാനെ അയച്ചത് എന്തിനാണ്? വരാൻ പോകുന്ന പ്രകാശത്തിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ. എന്നിട്ട് അതിൻ്റെ 9 പറയുന്നു, the one who is the true light. ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്? The one who is the true light, who gives light to everyone, was coming into the world. അന്ന് വായിച്ചേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഹല്ലേലൂയ. കണ്ടോ വചനം പറയുന്നേ? അതൊന്നും കൂടെ വായിച്ചേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പം കണ്ടോ വചനം പറയുന്നേ? ഇന്ന മനുഷ്യൻ ഇന്ന സ്ത്രീ എന്നല്ല, ഏത് മനുഷ്യനെയും, ആര് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ആര് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു, മക്കളാകാൻ സ്ഥാനം ദൈവം കൊടുക്കുക മാത്രമല്ല, ഈ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കകത്തും ക്രിസ്തുവായ പ്രകാശം അകത്ത് കയറി. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവായ വചനം അകത്ത് കയറി. അപ്പം നമ്മൾ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ ക്രിസ്തു അകത്ത്, നമ്മുടെ അകത്ത് വസിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രകാശം വർദ്ധിക്കുക. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന പ്രകാശം വർദ്ധിക്കണോ? നമ്മൾ വചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം നമ്മുടെ ഹൃദയ പലകയിൽ എഴുതി വെക്കണം. സ്തോത്രം. ക്രിസ്തുവായ വചനം നമ്മുടെ ഹൃദയ പലകയിൽ എഴുതി വെക്കുന്തോറും, നമ്മളുടെ അകത്ത് വചനത്തിൻ്റെ അളവ് കൂടുന്തോറും എന്ത് സംഭവിക്കും? നമ്മൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഓ ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിലപ്പം വചനം കേട്ട് തുടങ്ങിയപ്പോൾ ഒരു 10 വാട്ടിൻ്റെ ബൾബായിരിക്കും. പക്ഷേ വചനം കേട്ട്, വചനം പ്രാർത്ഥിച്ച്, വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനം ചവച്ച് ഇറക്കി, അതാ വചനം പറയുന്നതല്ലേ, നമ്മൾ വചനത്തിനെ നമ്മൾ വിഴുങ്ങണം. ഹല്ലേലൂയ. വി മസ്റ്റ് ഡിവൗർ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവവചനത്തിനെ ആർത്തിയോടെ നമ്മൾ വാരി വലിച്ച് തിന്നണം. ഒരു ദിവസം എനിക്ക് ഈ വചനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും എന്ന് പറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഒരു രാവിലെ വായിക്കുന്ന വചനം ഇങ്ങനെ അകത്ത് കിടന്ന് ഇതിങ്ങനെ ക്രിയ ചെയ്യണം. ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. പ്രേമിക്കുന്ന ആളിനെ കുറിച്ച് ചിന്തിക്കത്തില്ലേ? കുഞ്ഞു പ്രായത്തിലൊക്കെ പ്രേമിക്കുമ്പോൾ അതിലും അപ്പുറമായിട്ട് സ്നേഹിക്കുന്ന കർത്താവിനോട് പറയണം, കർത്താവേ, അങ്ങയുടെ വചനം എനിക്ക് ദാഹമാ, എനിക്ക് ആർത്തിയ അങ്ങയുടെ വചനം. ഈ വചനം അകത്ത് കിടന്ന് ഇതിനെ ധ്യാനിച്ച് ക്രിയ ചെയ്ത് ഇതിനകത്ത് ക്രിയ ചെയ്യാൻ ഇടം കൊടുക്കണം. എന്നിട്ട് വചനം പറയുന്നു, ദ വൺ ഹൂ ഇസ്, മലയാളത്തിൽ വായിച്ച 9, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ അതൊന്നും കൂടെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ദ വൺ ഹൂ ഇസ് ദ ട്രൂ ലൈറ്റ്. ഹല്ലേലൂയ. സത്യവെളിച്ചമായവൻ, ഹൂ ഗിവ്സ് ലൈറ്റ് ടു എവ്രി വൺ. ഈ സത്യവെളിച്ചമായവൻ സകലർക്കും വെളിച്ചം പകരുന്നവൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് വരുന്നു. ഇതിനെ സാക്ഷ്യം പറയാനായിട്ട് യോഹന്നാനെ ഏൽപ്പിച്ചു. അപ്പം സ്നാപ യോഹന്നാനെ ഏൽപ്പിച്ച ദൗത്യം വരാനിരിക്കുന്ന കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാനാ. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമോ നമ്മളുടെ അകത്ത് വാഴുന്ന പ്രകാശിതനായ ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാനാ. ഇത് ലോകത്തിന് എങ്ങനെ മനസ്സിലാകും? നമ്മളെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലോറിയസ് ഡിസ്പ്ലേ ആയിട്ട്. ഹല്ലേലൂയ. നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അല്ലേ, എഫെസ്യരുടെ 3:10 ഒന്ന് വായിച്ചേ. 3:10. God's purpose in all this was to use the church to display his wisdom in its rich variety to all the unseen rulers and authorities in the heavenly places. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അവൻ നിറവേറ്റിയ അനാദി നിർണയ പ്രകാരം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അവൻ നിറവേറ്റിയ അനാദി നിർണയ പ്രകാരം. ആമേൻ. മറ്റുള്ളവർക്ക് കാണാൻ. അപ്പം മറ്റുള്ളവരെ ഇതിൽ പ്രദർശിപ്പിക്കാൻ.
ഹല്ലേലൂയ. അപ്പം നമ്മളിൽ ഈ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വചനം, ക്രിസ്തു നമ്മളുടെ അകത്ത് ഇരുന്ന് പ്രകാശിക്കുന്നുണ്ട്. ദൈവവചനം നമ്മളെ ജ്ഞാനം തരുന്നു അല്ലേ. നമ്മൾ പറയുക, എൻ്റെ ജീവിതത്തിനകത്തേക്ക് വചനം പ്രകാശമായി കയറി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ദൈവവചനം എന്താ ചെയ്യുന്നേ? ഹല്ലേലൂയ. ദൈവവചനം നമ്മളുടെ ഇരുട്ട് പിടിച്ച് നമ്മളുടെ ബുദ്ധിയില്ലാത്ത അവസ്ഥ, നമ്മളുടെ കഴിവില്ലാത്ത അവസ്ഥ, ഈ അവസ്ഥയ്ക്കകത്തേക്കെല്ലാം ദൈവവചനം കയറി വന്നിട്ട് ജ്ഞാനമില്ല. അപ്പം ജ്ഞാനമില്ലാത്തത് ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയാണ്. ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇരുട്ടിൻ്റെ അവസ്ഥയാണ്. നമ്മൾക്ക് കഴിവില്ലാത്തത് ഒരു ഇരുട്ടിൻ്റെ അവസ്ഥയാണ്. ഭയം ഇരുട്ടിൻ്റെ അവസ്ഥയാണ് അല്ലേ. പക്ഷേ ഈ പ്രകാശം നമ്മളുടെ അകത്തേക്ക് കയറി വന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇരുട്ടിൻ്റെ അവസ്ഥകളെ എല്ലാം മാറ്റുക. സ്തോത്രം. അപ്പം ലോകം നമ്മളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സമ്പത്ത്, ഇതെല്ലാം, ദൈവത്തിൻ്റെ ആരോഗ്യം, ദൈവത്തിൻ്റെ സൗന്ദര്യം, ഇതെല്ലാം നമ്മളിലൂടെ പ്രകാശിക്കുക അല്ലേ. നമ്മളൊരു ബൾബ് എടുക്കുമ്പോൾ ആ ബൾബ് നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയുള്ളൊരു പുതിയ ബൾബ്, അതൊരു 100 വാട്ടിൻ്റെ ബൾബാണെങ്കിൽ അതങ്ങോട്ട് ഗ്ലോ ചെയ്യുമ്പോൾ എത്ര പ്രകാശമാണ്. നമുക്ക് ആ ചുറ്റിനുമുള്ളതെല്ലാം എത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റും. സകലതും അതിൻ്റെ ഭംഗിയോടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ചുറ്റിനൊരു നല്ല അലങ്കരിച്ചെല്ലാം ഇട്ടിരിക്കുവാന്ന് വെക്ക്, പക്ഷെ അത് ഫുൾ ഇരുട്ടിനകത്താണെങ്കിൽ ഒരു പ്രയോജനവുമില്ല. പക്ഷേ ലൈറ്റ് ഇടുമ്പോഴത്തേക്കോ എല്ലാം നല്ല ഭംഗിയായിത്തീരുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ക്രിസ്തുവായ പ്രകാശം, ക്രിസ്തുവിനകത്ത് സകല നന്മയും സകല ജ്ഞാനവും സകല അറിവും എല്ലാം ഉൾക്കൊണ്ടിരിക്കുക. ഈ പ്രകാശം നമ്മളുടെ അകത്തേക്ക് കയറി വരുമ്പോൾ ക്രിസ്തു നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ ലോകത്തിൻ്റെ വെളിച്ചമാക്കുവാന്ന് പറയുമ്പോൾ നമ്മളെ ഈ ലോകത്തിന് പ്രകാശമാക്കി തീർക്കുക. നമ്മുടെ ജ്ഞാനം കണ്ടിട്ട് വേണം ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് വരാൻ. ഈ ജ്ഞാനം നമ്മളുടേതല്ല, നമ്മുടെ സ്വന്തമല്ല. പക്ഷേ ഇത് ക്രിസ്തുവിൽ നിന്ന്, വചനം നമ്മളുടെ അകത്ത് കയറിയപ്പോൾ ഈ വചനത്തിൽ നിന്ന് പുറത്തു വന്ന ജ്ഞാനമാണ്. ഈ വചനം നമ്മളുടെ അകത്ത് കയറിയപ്പോൾ വചനത്തിൽ നിന്ന് പുറത്തു വന്ന അറിവ്. ഈ വചനം നമ്മളുടെ അകത്ത് കയറിയപ്പോൾ വചനത്തിൽ നിന്ന് പുറത്തു വന്ന ഹല്ലേലൂയ കൃപകളാണ്. വചനം നമ്മളുടെ അകത്ത് കയറിയപ്പോൾ ഈ വചനത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഹല്ലേലൂയ ധൈര്യവും ഒക്കെയാ ഇത് ലോകം കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രകാശമായി തീരും എന്ന് പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. വെറുതെ അല്ല, ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. എൻ്റെ വേര് ക്രിസ്തുവിൻ്റെ അകത്തേക്ക് കയറിച്ചെന്ന്. എങ്ങനെയാണ് എൻ്റെ വേര് അകത്തേക്ക് കയറുന്നത്? ഹല്ലേലൂയ. എൻ്റെ അകത്ത് ദൈവവചനം കയറി കത്തുന്തോറും എൻ്റെ അകത്ത് വേര് ക്രിസ്തുവിനകത്തേക്ക് കയറി ചെല്ലുക. ഈ വേരിൽ നിന്ന് ഞാൻ പിടിച്ചു കയറി ഹല്ലേലൂയ എൻ്റെ ജീവിതം മൊത്തം പ്രകാശമായി തീരുക. നമ്മൾ പറയത്തില്ലേ, എൻ്റെ ജീവിതം, യേശു എൻ്റെ ജീവിതത്തിൽ വന്നതിനെ പിന്നെ എൻ്റെ ജീവിതം ഐശ്വര്യമായെന്ന്. നമ്മൾ പറയത്തില്ലേ, എൻ്റെ ജീവിതം സന്തോഷമായെന്ന്. ഹല്ലേലൂയ. ഇതൊക്കെ ക്രിസ്തുവായ വെളിച്ചം എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മളെ കണ്ടുമുട്ടുന്നവർ പറയുന്നു, ഹല്ലേലൂയ, എന്തൊരു ഐശ്വര്യം, എന്തൊരു സന്തോഷം, എന്തൊരു സമാധാനം. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു സുഖം അല്ലേ. എൻ്റെ ഭാരം മാറി, എൻ്റെ പ്രയാസം മാറി. ഇതെന്തുവാ? ഒരു ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കുന്നത് പോലെ നമ്മളുടെ അകത്ത് കിടക്കുന്ന പ്രകാശം പ്രകാശിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചുറ്റിനും നിൽക്കുന്നവരുടെ ജീവിതവും പ്രകാശിക്കുക, ധന്യമായി തീരുക. ഇത് നിസ്സാരമല്ല. ഹല്ലേലൂയ. യോഹന്നാൻ 1 മടങ്ങി വരാം. സ്തോത്രം. യോഹന്നാൻ 1 ആ വാക്യം എന്താണ്? സ്തോത്രം. അതിൻ്റെ 4-ഉം 5 ഒന്നും കൂടെ വായിക്കാം. 1:4-5. സ്തോത്രം. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യരുടെ, അപ്പം ക്രിസ്തുവിന്റെ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അല്ലേ. എൻ്റെ അകത്ത് ക്രിസ്തുവിന്റെ ജീവൻ പകർന്നു. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ, ഇന്നൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ ജീവനാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഒന്നും കൂടി നീ മലയാളത്തിൽ 1:9 യോഹന്നാൻ 1:4 യോഹന്നാൻ ഒന്ന് വായിച്ചു. ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, മനുഷ്യരുടെ വെളിച്ചം. ആമേൻ. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇരുട്ടിൽ പ്രകാശിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ ഇരുട്ടിനോ പിടിച്ചടക്കാൻ
സാധിച്ചില്ല. പറഞ്ഞേ, എന്നെ ആർക്കും പിടിച്ചടക്കാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ പ്രകാശം എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് എന്നെ ആർക്കും പിടിച്ചടക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കണം, ഞാൻ ക്രിസ്തുവിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. ഞാൻ ചെല്ലുന്നിടത്ത് ഇരുട്ട് മാറും, ഞാൻ ചെല്ലുന്നിടത്ത് പ്രതിസന്ധി മാറും, ഞാൻ ചെല്ലുന്നിടത്ത് അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. ഞാൻ ചെല്ലുന്നിടത്ത് എല്ലാം പ്രകാശിക്കും. സ്തോത്രം. ഇരുട്ടിന് വാഴാൻ സാധിക്കത്തില്ല. ഞാൻ ഉള്ളിടത്ത് ഇരുട്ട് വാഴത്തില്ല. എന്താന്ന് വെച്ചാൽ ക്രിസ്തുവായ വെളിച്ചം എൻ്റെ അകത്ത് വസിക്കുന്നു, ദൈവവചനമായ വെളിച്ചം എൻ്റെ അകത്ത് വസിക്കുന്നു. ഞാൻ പ്രകാശിക്കുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതം പ്രകാശിക്കും. ഐ വിൽ ഷൈൻ. ഹല്ലേലൂയ. മൈ ലൈഫ് വിൽ ഷൈൻ ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതം പ്രകാശിക്കും. ഇന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം. നിരാശ തോന്നുന്നിടത്ത് പറയണം, ഇല്ല, നിരാശ ഇരുട്ടിൻ്റെ പ്രവൃത്തിയാ. എൻ്റെ അകത്ത് ക്രിസ്തു വസിക്കുന്നത് കൊണ്ട് എൻ്റെ അകത്ത് ഇരുട്ട് വാഴത്തില്ല. ഞാൻ പ്രകാശിക്കുക തന്നെ ചെയ്യും. ഞാൻ സന്തോഷിക്കും. ഞാൻ ഫലം കായ്ക്കും. എൻ്റെ മക്കൾ ഫലം കായ്ക്കും. എൻ്റെ ജീവിത പങ്കാളി ഫലം കായ്ക്കും. എൻ്റെ ജീവിതം മൊത്തം പ്രകാശിക്കും. ഈ പ്രകാശം കണ്ടിട്ട് ലോകത്തുള്ള മനുഷ്യരൊക്കെ എൻ്റെ അടുക്കിലേക്ക് വരും. ഹല്ലേലൂയ. ശീബ രാജ്ഞി സോളമോൻ്റെ അടുത്ത് വരാൻ കാരണമുണ്ട്. സോളമോൻ്റെ അകത്ത് ദൈവജ്ഞാനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ വെളിച്ചം വ്യാപരിച്ചപ്പോഴത്തേക്ക് ലോകത്തുള്ള പലവരും സോളമൻ്റെ അടുത്ത് വന്നെങ്കിൽ ഇന്ന് ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് ലോകം മൊത്തം എൻ്റെ അടുക്കൽ വരും എന്നോട് ആലോചന ചോദിക്കാൻ. അല്ലേ, രാജാക്കന്മാരുടെ മേശയിലിരുന്ന് ഞാൻ ആലോചന പറയും എന്നാ വചനം കിടക്കുന്നത്. ഇന്ന് പറയണം, ഞാൻ പ്രകാശിക്കും. എന്നോട് ആൾക്കാർ ദൂത് ചോദിക്കാൻ വരും, എന്നോട് ആലോചന ചോദിക്കാൻ വരും, എന്നോട് പ്രാർത്ഥന മേടിക്കാൻ വരും, എന്നോട് ഉപദേശം ചോദിക്കാൻ വരും. ഹല്ലേലൂയ. എൻ്റെ ജീവിതം പ്രകാശിക്കുക തന്നെ ചെയ്യും. ഞാനൊരു പ്രകാശമാ, എൻ്റെ ജീവിതം പ്രകാശിക്കും. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇരുട്ടിൻ്റെ അവസ്ഥകൾ മാറിപ്പോവട്ടെ, ജീവിതങ്ങൾ സ്വാതന്ത്ര്യമുള്ളതാകട്ടെ. ഹല്ലേലൂയ. ജീവിതങ്ങൾ പ്രകാശിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.